ആര്യ ഇപ്പോൾ മുകൾ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. കാരണം എയർപോർട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഫയർ യൂണിറ്റിൻ്റെ വെള്ളം മുകൾ ഭാഗത്ത് എത്തിക്കാൻ കഴിഞ്ഞു. അതേ സമയത്ത് തന്നെ മുകൾ ഭാഗത്ത് ഏതാണ്ട് പൂർണ്ണമായും കത്തി അമരുന്നൊരു നിലയിലാണ് കാര്യങ്ങളുള്ളത്. കാരണം പൂർണ്ണമായും ഗോഡൗണിലെ തുണിത്തരങ്ങൾ കത്തി അമർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മുകൾ ഭാഗത്തുള്ള ഷീറ്റും ഇതിനോടൊപ്പം തന്നെ കത്തി അമർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതായത് തുണിത്തരങ്ങൾ, ഗോഡൗണിലുള്ള തുണിത്തരങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും കത്തി അമർന്നു കഴിഞ്ഞു. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ മുൻഭാഗത്തേക്ക്, അതായത് ഷോറൂമിലേക്ക് തീ കടക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇനി നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങളിലേക്കും തീ കടക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇനി നടത്തേണ്ടത്. അതായത് ഇപ്പോൾ ഗോഡൗണും അതോടൊപ്പം തന്നെ അവിടെ സൂക്ഷിച്ചിരുന്ന തുണിത്തരങ്ങളും ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു ഭാഗത്തേക്ക് തീ പടരാതിരിക്കാൻ ശ്രമിക്കുക, അത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ എന്നുള്ളതാണ്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർ യൂണിറ്റിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. അതോടൊപ്പം തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരസ്യ ബോർഡുകളൊക്കെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഉൾഭാഗത്തേക്ക് വെള്ളം എത്തിക്കാനും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തീ അണച്ചിരിക്കുന്ന ഭാഗത്ത് പോലും തീ പടരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. കൈവിട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയി എന്നതാണ് വേണം പറയാൻ. കാരണം ഫയർഫോഴ്സിൻ്റെ ഇപ്പോൾ ഫയർ യൂണിറ്റിൻ്റെ ഒരു ഉപകരണം കൊണ്ടും മുകൾ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പൂർണ്ണമായും തീ പടരുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു നിയന്ത്രണവുമില്ലാതെ തീ ആളിക്കത്തുന്ന സ്ഥിതി, അതോടൊപ്പം തന്നെ പുകച്ചുരുൾ മുകളിലേക്ക് ഉയരുന്നൊരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഫയർ യൂണിറ്റ് വന്നതോടുകൂടി തന്നെ മുകൾ ഭാഗത്തുള്ള തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റു ഭാഗത്തേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നതാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ തീ പടരാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് കൂടി പറയണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒന്നാം നിലയിലെ പല ഭാഗത്തും ഉൾഭാഗത്ത് തീ പടരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം നേരത്തെ ഈ ഭാഗത്തൊക്കെ തീ അണച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ഭാഗത്തേക്ക് തീ പടരുകയാണ്. അതായത് മുകൾ ഭാഗത്തെ ഗോഡൗണിലെ തീ പടർന്നത് പോലെ തന്നെ താഴ്ഭാഗത്തേക്കും തീ പടരുന്നോ എന്നുള്ള സംശയമാണ് ഉയരുന്നത്. അതായത് നേരത്തെ താഴത്തെ തട്ടിലൊക്കെ മറ്റ് കടകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെയാണുള്ളത്. അവിടെ ഗ്യാസ് സിലിണ്ടറുകളടക്കമുള്ള സംഗതികളുണ്ട്. അത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചും ആശങ്കയുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ മുകൾ ഭാഗത്തെത്തി പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. പക്ഷേ മറുഭാഗത്ത് ഇപ്പോൾ വീണ്ടും പുകച്ചുരുൾ ഉയർന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് വീണ്ടും പുകച്ചുരുൾ ഉരുളുന്നു. ഒരു പക്ഷേ ആ ഭാഗത്തേക്ക് തീ പടർന്നോ എന്ന് ഇവിടെ നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ഇപ്പോൾ ഫോക്കസ് മാളിൻ്റെ ഭാഗത്ത് ഏതാണ്ട് പൂർണ്ണമായും തീ ആളിപ്പടർന്ന് കത്തി അമരുന്നൊരു സ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത്. ആര്യ. ഓക്കെ, എ കെ അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.